കുറേ നാളുള്ള ആഗ്രഹമാണ് വിജയല ചേച്ചിയുടെ കൃഷിത്തോട്ടം ഒന്ന് സന്ദർശിക്കണമെന്ന്. അപ്പോൾ അതിനുള്ള അവസരമാണ് ഞങ്ങൾക്ക് ഞായറാഴ്ച ഒത്തു വന്നത്. അപ്പം ഞങ്ങൾക്ക് ഞായറാഴ്ച മാന്നാർ ഒരു പാലുകാഴ്ച ഉണ്ടായിരുന്നു. അപ്പോൾ കരുനാഗപ്പള്ളി വഴിയാണ് പോകുന്നത്. അപ്പോൾ ആ വഴി പോയിട്ട് തിരിച്ചു വരുമ്പോൾ ചേച്ചിയുടെ വീട്ടിൽ കയറാലോ എന്നും പ്ലാൻ ചെയ്തു. അപ്പം കരുനാഗപ്പള്ളിയിലാട്ട് പോകാനൊക്കത്തില്ല, കാരണം ഇവിടുന്ന് നല്ല ദൂരമുണ്ട്. അപ്പം നമുക്കിങ്ങനെ ഒഴിവാക്കാൻ പറ്റാത്തൊരു പാലുകാഴ്ച ആയതുകൊണ്ടാണ് ഞങ്ങൾ പോയത്. അപ്പോൾ പോയപ്പോൾ തിരിച്ചു വരുന്ന വഴി എന്തായാലും പള്ളി വഴിയല്ലേ വരുന്നത്. അങ്ങനെ ചേച്ചിയുടെ വീട് കരുനാഗപ്പള്ളിയാണ്. അപ്പം ഞാൻ വിളിച്ചു ചോദിച്ച് അതിന് ലൊക്കേഷനൊക്കെ ഇട്ട് തന്ന് അങ്ങനെ ചേട്ടൻ വന്ന് വഴി കാത്തു നിന്ന് ഞങ്ങളുടെ വീട്ടിലോട്ട് കൊണ്ടുപോയി. അപ്പോൾ ചെന്ന് കയറുമ്പം തന്നെ അതൊരു പൂങ്കാവനമാണ്. കാരണം ഞെട്ടിപ്പോകും. കാരണം ഒരു ഇഞ്ച് സ്ഥലമില്ലാതെ മൊത്തം സ്ഥലത്തും പച്ചക്കറിയുടെയും ചെടിയുടെയും മൊത്തത്തിലൊരു മേളമാണ്. അപ്പം ഈ ടെറസിലാണെങ്കിൽ ഫുള്ള് പച്ചക്കറി തൈ വിൽപ്പനയുടെ അത് സെറ്റ് ചെയ്തിരിക്കുക. അത് മാത്രമല്ല ഓർക്കിഡെന്ന് വെച്ചാൽ 500 തൊട്ട് 10,000 രൂപ വരെയുള്ള ഓർക്കിഡുകളുണ്ട്. എനിക്ക് പേരും കാര്യങ്ങളൊന്നും അറിയത്തില്ല. ഞാൻ അതിൽ നിന്ന് 2 എണ്ണം വാങ്ങിച്ച് എൻ്റെ അമ്മയ്ക്ക് ഓർക്കിഡ് ഭയങ്കര ഇഷ്ടമാണ്. എനിക്കിതിൽ ചെടിയിലൊന്നും വലിയ താല്പര്യമില്ല. പച്ചക്കറി എനിക്ക് കൂടുതലും ഇഷ്ടം. അപ്പം അമ്മയ്ക്ക് ചെടി ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ വീട്ടിൽ ഞാൻ മുമ്പേ പറഞ്ഞിട്ടുണ്ടല്ലോ, അച്ഛനും അമ്മയും മാത്രമല്ല. അമ്മയുടെ സന്തോഷം എന്ന് പറഞ്ഞാൽ ഈ ചെടി നടിയിൽ പച്ചക്കറി നടിയിൽ അതൊക്കെ തന്നെയാണ് അമ്മയുടെ സന്തോഷം. അപ്പോൾ വേറെ ആരും ഇല്ലല്ലോ വീട്ടിൽ. അപ്പം ഞാൻ അവിടെ നിന്ന് അമ്മയ്ക്ക് വേണ്ടി 2 ഓർക്കിഡ് വാങ്ങിച്ചായിരുന്നു. ഏട്ടാ ചേച്ചി എനിക്ക് വില കുറച്ചൊക്കെ തന്ന്. അപ്പോൾ ഓർക്കിഡൊക്കെ ആവശ്യമുള്ളവരുണ്ടെങ്കിൽ വിജയ ചേച്ചി കോൺടാക്ട് ചെയ്താൽ മതി. ഓൺലൈൻ സെയിലുണ്ട്. അതല്ലെന്നുണ്ടെങ്കിൽ അവർ വീട്ടിൽ പോയി വാങ്ങിക്കാം. ഓർക്കിഡ് മാത്രമല്ല, പല തരത്തിലുള്ള വെറൈറ്റി ഹോയ എന്ന് പറയുമ്പോൾ ഹോയയും ഓർക്കിഡും എല്ലാം ഹാങ് ചെയ്തിടാം നമുക്ക്. അപ്പോൾ അതെല്ലാം ഇങ്ങനെ ടെറസിൽ ഫുള്ള് അതിന് വേണ്ടി കൊളുത്തൊക്കെ കൊടുത്ത് നല്ല രീതിയിൽ സെറ്റ് ചെയ്തിട്ടിരിക്കുക. പിന്നെ പച്ചക്കറി തൈയൊക്കെ സ്റ്റാൻഡൊക്കെ ഉണ്ട്. പലതരത്തിലുള്ള മുളക്, തക്കാളി, ചീര, കോളിഫ്ലവർ, ക്യാബേജ്, അങ്ങനെ വേണ്ട എല്ലാ തരത്തിലുള്ള പച്ചക്കറി തൈകളും അവിടെ വിൽപ്പനയ്ക്കുണ്ട്. പച്ചക്കറി തൈ മാത്രമല്ല, വിത്ത് വിൽപ്പനയും ഉണ്ട്. ഓൺലൈനായിട്ടും ഉണ്ട്, അവിടെ ചെന്നിട്ടും വാങ്ങിക്കാം. പിന്നെ ഈ ഓർക്കിഡ് എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ സാധാരണ ചട്ടിയിൽ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതിൽ കാണുന്നത്. ഇതൊക്കെ ഞാൻ ടെറസിലൊരു കമ്പിയിൽ ഇങ്ങനെ ഹാങ് ചെയ്തിരിക്കുക. അപ്പോൾ ചേച്ചി പറഞ്ഞാൽ അതിന് വെള്ളം മാത്രം മതി. വെള്ളം അതിനുള്ള വളമുണ്ട്, ഓർക്കിഡ് വളം. അത് മാത്രം ഇങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി, വേറെ ഒന്നും വേണ്ട. പിന്നെ വേരിൽ ഇങ്ങനെ ഒരു സ്പോഞ്ച് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സ്പോഞ്ച് വെച്ചിട്ട് ഇങ്ങനെ ഒരു പച്ച നെറ്റ് വെച്ച് സ്പോഞ്ച് പോകാതിരിക്കാൻ വേണ്ടി കെട്ടി വെച്ചിട്ടുണ്ട്. അത് വീട്ടിൽ മൊത്തം ഉണ്ട്. പിന്നെ ടെറസിൽ ഇങ്ങനെ സൈഡിൽ ഇങ്ങനെ ഫുള്ള് ഹാങ് ചെയ്തിട്ടിരിക്കാം. പിന്നെ അത് എങ്ങനെയാണ് പോട്ട് ചെയ്യുന്നതെന്ന് കാണിച്ചു തന്ന്. പിന്നെ അത് ഈ തൈ വരുമ്പോൾ എങ്ങനെയാണ് പുതിയ തൈ ഉണ്ടാക്കുന്നത്, അപ്പോൾ ഇതൊക്കെ കാണിച്ചു തന്നു. കാരണം സാധാരണ ഒരു ബിസിനസ് മൈൻഡ് ഉള്ളവർ അതൊന്നും കാണിച്ചു തരാത്തതാണ് ഈ തൈ വരുന്നത്. പക്ഷേ അതിനൊന്നും ഒരു മടിയും ഇല്ലാതെ എങ്ങനെയാണ് തൈ വരുന്നത്, എപ്പോൾ നമ്മളത് മുറിച്ച് കട്ട് ചെയ്ത് പുതിയ പ്ലാന്റ് ആക്കണം എന്നത് വരെ ചേച്ചി അത് പറഞ്ഞു തന്നു. പിന്നെ ഇത് കണ്ട, ഇതൊരു മുടി പോലെ കിടക്കുന്ന ഒരു പ്ലാന്റ്. അത് പേര് പറഞ്ഞത് ഞാൻ മറന്നുപോയി. അപ്പം നമ്മളൊരു മുടി കണക്ക് കിടക്കുക. നമുക്കത് പല രീതിയിൽ സെറ്റ് ചെയ്യാം. നമുക്ക് ചട്ടിയിൽ നമ്മുടെ കുടത്തിലൊക്കെ ഉണ്ടല്ലേ, കുടത്തിൽ സെറ്റ് ചെയ്യുമ്പോൾ ഇങ്ങനെ വെള്ളം ഇങ്ങനെ വീഴുന്ന കണക്കൊക്കെ തോന്നും. പിന്നെ ഞാൻ ഇങ്ങനെ നോക്കി, എനിക്കിതിനെക്കുറിച്ച് ഒരു വട്ടം പറഞ്ഞാലും 10 വട്ടം പറഞ്ഞാലും എനിക്കെൻ്റെ പേരൊന്നും ഈ ഓർക്കിഡിൻ്റെ പേരൊന്നും മനസ്സിൽ കിട്ടത്തില്ല. ചേച്ചി അത് കാണാപ്പാടം പോലെ ഏത് വെറൈറ്റി ചോദിച്ചാലും അത് പറഞ്ഞു തരിക, അതിൻ്റെ പ്രത്യേകത നമുക്ക് പറഞ്ഞു തരിക. ഓർക്കിഡ് പിന്നെ അത് മാത്രമല്ല മഴമറയുണ്ട്. അപ്പോൾ ഈ മഴമറയും ഓർക്കിഡും ഒക്കെ കൃഷിഭവൻ്റെ സഹായത്തോടു കൂടിയാണ് ചെയ്തു തുടങ്ങിയത്. വർഷങ്ങൾക്ക് മുന്നേ ചെയ്തു തുടങ്ങിയതാണ്. പക്ഷേ ഇപ്പോഴും അത് തുടർന്നുകൊണ്ടേ ഇരിക്കാം. പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ കുറച്ച് ചായയും പപ്സും പലഹാരമൊക്കെ തന്ന് അതൊക്കെ കഴിച്ച് കുറേ വിശേഷങ്ങളൊക്കെ പറഞ്ഞ് പിന്നെ മുറ്റത്തോട്ടിറങ്ങി. മുറ്റത്തും ഇതുപോലെ എന്താണെന്ന് പറഞ്ഞാൽ എനിക്കറിയത്തില്ല, മൊത്തവും ചെടിയുടെ മേളം. അരീനി ആവട്ടെ, അഗ്ലോണിയം ആവട്ടെ. പിന്നെ ഇതൊരു ഡ്രയറാണ്. ഇത് കൂവപ്പൊടി ഉണക്കാൻ വേണ്ടി ചെയ്ത് വെച്ചിരിക്കുന്ന കൂവപ്പൊടി എന്ന് പറഞ്ഞാൽ അവിടെ വീട്ടിൽ പിടിച്ച് തന്നെ കൂവ റെഡിയാക്കി എടുത്തതാണ്. കൂവ ഞാൻ അത് കണ്ടിട്ടില്ല, കേട്ടിട്ടേ ഉള്ളൂ. ഈ കൂവ പിഴിഞ്ഞത് അരിച്ച് ആ തെളി ഊറ്റി, എനിക്ക് അറിയത്തില്ല എങ്ങനെയാണെന്ന്. വലിയ ജോലിയാണ് ഈ കൂവപ്പൊടി ഉണ്ടാക്കുന്നത്. നമ്മൾ പെട്ടെന്ന് കൂവ എടുത്ത് ഉണക്കി പൊടിക്കുകയല്ല, മഞ്ഞളൊക്കെ പൊടിക്കുന്നതൊക്കെ ഉണക്കി പൊടിക്കുകയല്ല, അതിന് നല്ല ജോലിയുണ്ട്. അപ്പം കൂവപ്പൊടിയെല്ലാം ചെയ്തൊരു 2 ബക്കറ്റ് വെച്ചിരിക്കുന്നത് വിൽപ്പനയ്ക്കായിട്ട്. 2 ബക്കറ്റായിട്ട് വെച്ചിട്ടുണ്ട്, കുറേ ഉണക്കിക്കൊണ്ടിരിക്കുന്നു. പിന്നെ ഇത് മുറ്റത്ത് സെറ്റ് ചെയ്തിരിക്കുന്നത്. മുറ്റത്ത് ഇതുപോലെ സ്റ്റാൻഡൊക്കെ അടിച്ച് മേളി മഴമറയൊക്കെ അടിച്ച് അതും പല വെറൈറ്റി ഓർക്കിഡുണ്ട്. അപ്പോൾ കുറേയൊക്കെ നോക്കാതെ കിടന്ന് കുറച്ചൊക്കെ പൂ പിടിക്കാതെ കിടപ്പുണ്ട്. അപ്പോൾ അതൊക്കെ ഇനി റെഡിയാക്കി എടുക്കണമെന്ന് പറഞ്ഞ് പുതിയതായിട്ട് എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ചെറിയൊരു താമരക്കുളമുണ്ട്, പിന്നെ ഒരു മീൻകുളമുണ്ട്. പിന്നെ അതെല്ലാം നല്ല രീതിയിൽ തന്നെ
സെറ്റ് ചെയ്തിരിക്കുക. തന്നെ ചിലതൊക്കെ ഇതുപോലെ സിമൻറ്റ് ചട്ടിയിൽ സെറ്റ് ചെയ്തിരിക്കുക. അപ്പോൾ ഇത് ചട്ടിയോട് തന്നെ വിളിക്കും. അപ്പോൾ അതിനനുസരിച്ച് ഓരോന്നിനും ഓരോ റേറ്റ്, അതിനനുസരിച്ചുള്ള റേറ്റോട് നമുക്ക് വാങ്ങിക്കാം. ഇതൊക്കെ നല്ല ഭംഗിയുള്ള പൂ, മഞ്ഞയുണ്ട്, പിന്നെ പൂവൊക്കെ എനിക്ക് കാണിച്ചു തന്ന്, പിന്നെ നമ്മുടെ ചുവപ്പ് കളർ, ഓറഞ്ച് കളർ, അങ്ങനെ പല കളറിലുള്ള ഓർക്കിഡാട്ടോ അതെല്ലാം. പിന്നെ അതെന്ന് പറയുന്നത് തൂക്കി ത്രാസ് വെച്ചിരിക്കുന്നുണ്ട്. പിന്നെ അവിടെ തൊട്ടപ്പുറത്ത് തന്നെയാണ് പച്ചക്കറി തോട്ടം. അപ്പോൾ അവിടെ കൃഷി ചെയ്യുന്ന പച്ചക്കറി വിളകൾ കൊണ്ടുവന്ന് ഇവിടെയാണ് തൂക്കി വിൽക്കുന്നത്. അതൊക്കെ വന്ന് വീട്ടിലെ ആളുകളൊന്ന് മേടിച്ചുകൊണ്ട് പോകുന്നു. അപ്പോൾ നമ്മൾ നിൽക്കുമ്പോൾ തന്നെ വന്ന് തൈ മേടിക്കുകയും, ഞായറാഴ്ചയല്ലേ പോയത്, അപ്പോൾ ഞായറാഴ്ച പോയപ്പോൾ തന്നെ ആളുകൾ വന്ന് തൈയൊക്കെ മേടിച്ചുകൊണ്ട് പോകുന്നുണ്ട്. പിന്നെ ഇതെന്ന് പറഞ്ഞാൽ ബറാബ ഫ്രൂട്ട്, ഞാൻ നേരത്തെ കാണിച്ചതാണ്. അത് നിറച്ച് പഴുത്ത് ഇപ്പോൾ ചെല്ലുന്ന ഒരു മധുരവും പുളിയും കലർന്ന ഒരു ടേസ്റ്റാണ് പഴുത്ത് കഴിഞ്ഞാൽ. പിന്നെ അച്ചാറിടാൻ കൊള്ളാമെന്നൊക്കെ പറയുന്നു. കൈയെത്തി ഇങ്ങനെ പിടിച്ചാൽ അത് ഇഷ്ടംപോലെ പിടിച്ച് കിടപ്പുണ്ട്. പിന്നെ ബറാബ മാത്രമല്ല, പിന്നെന്ന് പറഞ്ഞാൽ കുരുമുളക് കുറേ ഉണ്ട്. പിന്നെ വിൽപ്പനയ്ക്കായിട്ട് കുറേ കുരുമുളകുണ്ട്, കുറ്റിക്കുരുമുളക്. പിന്നെന്താ പറയുന്നത്, ഈ പ്ലാവ് ഉണ്ടല്ലോ, പ്ലാവ്, കാലാപ്പടി മാവ്, അങ്ങനെ കുറേ ഫ്രൂട്ട്സിൻ്റെ തൈകൾ കുറേ വിൽപ്പനയ്ക്കായിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ അവിടെയും പലതരത്തിലുള്ള ഓർക്കിഡുകൾ തന്നെയാണ്. പിന്നെന്ന് പറഞ്ഞാൽ ഒരു വിയറ്റ്നാമിലെ പ്ലാവ് മുറ്റത്ത് കുറച്ച് ചക്കയായിട്ട് പ്ലാവ് നിൽപ്പുണ്ട്. പിന്നെ കുറേയൊക്കെ ചട്ടിയിൽ സെറ്റ് ചെയ്തിരിക്കുക, കുറേ ഇങ്ങനെ ഹാങ് ചെയ്തിട്ടിരിക്കുകയാണ്. അവിടെ 4 ചുറ്റും ഇങ്ങനെ ഇതൊക്കെ തന്നെയാണുള്ളത്. പിന്നെ തൊട്ടപ്പുറത്ത് പുരയിടത്തിലാണ് ചേച്ചിയുടെ പ്രധാനപ്പെട്ട പച്ചക്കറി കൃഷി ഇപ്പോൾ ചെയ്തിരിക്കുന്ന തക്കാളി, പിന്നെ ബട്ടർ നട്ട് എന്ന് പറഞ്ഞ ഒരു പച്ചക്കറി, പിന്നെ നെയ്ക്കുമ്പളം, പയർ, പാവൽ, ഇത് ഇത്രയാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ ചെയ്തിരിക്കുന്നത് നല്ല മച്ചിങ് ഷീറ്റൊക്കെ ഇട്ടിരിക്കുന്ന ഷീറ്റുണ്ട്, കള കയറാതിരിക്കാൻ വേണ്ടി ഇട്ടിരിക്കുന്ന. തക്കാളിയൊക്കെ നല്ല രീതിയിൽ പിടിച്ചു തുടങ്ങിയിട്ടുണ്ട്, നല്ല ഹെൽത്തി ആയിട്ടാണ് നിൽപ്പുണ്ട്. പിന്നെ ബാക്കി പ്രത്യേകത എന്ന് വെച്ചാൽ വെർട്ടിക്കലായിട്ടാണ് കൃഷി ചെയ്യുന്നത്. കാരണം ഈ പന്തലിട്ട് കൃഷി ചെയ്യുന്ന ആ രീതി അങ്ങ് മാറ്റിയിട്ട് ഇപ്പം ആ കഴ ഇങ്ങനെ കൊടുത്തിട്ട് വേലി പോലെ കെട്ടിയിട്ട് അതിൽ കയർ പടർത്തിയാണ് കൃഷി ചെയ്തിരിക്കുന്നത്. അപ്പം നമുക്ക് ആ പന്തലിടേണ്ട മെനക്കേടും വേണ്ട, അതുപോലെ തന്നെ അത്രയും സ്ഥലവും നമുക്ക് ലാഭിക്കാം. അപ്പോൾ ഇതിൽ പടർന്ന് കിടന്ന് പിടിക്കും. പിന്നെ ഇതാണ് ബട്ടർ നട്ട് എന്ന് പറഞ്ഞാൽ അത് മത്തങ്ങയുടെ ടേസ്റ്റാണെന്നാണ് പറഞ്ഞത്. നമുക്കത് കറി വെക്കാനോ അവിയൽ വെക്കാനോ ഒക്കെ ഇടാം. ബട്ടർ നട്ടൊക്കെ ഞാൻ കുറച്ച് പേരൊക്കെ നമ്മുടെ കൂട്ടുകാരെ കൃഷി ചെയ്യുന്ന കണ്ടുകൊണ്ട്. പിന്നെ കുറേ പച്ചമുളകുണ്ട്, അതൊക്കെ ഒരുവിധം വിളവ് തീരാറായി. പിന്നെ കോളിഫ്ലവർ കുറച്ചേ നട്ടോളെന്ന് പറഞ്ഞാൽ, പക്ഷേ ഇത്തവണ നമുക്ക് നല്ല തണുപ്പല്ലായിരുന്നു, അതുകൊണ്ട് കോളിഫ്ലവർ നല്ല രീതിയിൽ തന്നെ ഫ്ലവർ ആയിട്ടുണ്ടായിരുന്നു. പിന്നെ വൈകുന്നേരം കുറേ ചീരത്തൈയൊക്കെ ചേച്ചി മാറ്റി നട്ട്. അപ്പോൾ ഇതെല്ലാം മാറ്റിയിട്ട് അടുത്തത് ചീര ഇടാനാണ് പ്ലാൻ എന്നാണ് പറഞ്ഞത്. കണ്ടോ, കോളിഫ്ലവറൊക്കെ കുറേയൊക്കെ ഫ്ലവർ ആയി വരുന്നുണ്ട്. അപ്പോൾ കഴിഞ്ഞ വർഷത്തെ പോലെയല്ല, നമുക്ക് ഇത്തവണ തണുപ്പുണ്ട്. അപ്പോൾ തണുപ്പത്ത് കൃഷി ചെയ്യുന്ന വിളയാണ് കോളിഫ്ലവറും ക്യാബേജും. ശീതകാല വിളയിൽ ഉൾപ്പെടുന്നതാണ്. അതുകൊണ്ട് അപ്പോൾ ഈ ഒക്ടോബർ, നവംബർ, ഡിസംബർ മാസങ്ങളിലാണ് ഇത് നല്ല രീതിയിൽ പിടിച്ചു കിട്ടുന്ന സമയത്ത്. ഇപ്പം ഡിസംബറിലൊക്കെ ഇപ്പം നമുക്ക് തണുപ്പുണ്ടല്ലോ, അത്യാവശ്യം തണുപ്പൊക്കെ ഉണ്ട്. പിന്നെ ഇതെന്ന് പറയുന്നത് നെയ്ക്കുമ്പളമൊക്കെ ഉണ്ടാ എല്ലാം വേലി പോലെ കെട്ടിയിരിക്കുക, ഇതിനാകുമ്പോൾ വെർട്ടിക്കൽ പന്തലെന്ന് പറയും. അപ്പോൾ ഇതെല്ലാം നല്ല വെർട്ടിക്കലായിട്ട് ചെയ്തിരിക്കുക. പിന്നെ ബേബി പടവൽ അതൊക്കെ കുറേ പിടിച്ച് തീർന്ന്, അതൊക്കെ കുറേ വിളഞ്ഞൊക്കെ നിൽപ്പുണ്ട് കേട്ടോ. അപ്പോൾ ആവശ്യക്കാർ ഇവിടെ വരുന്നവർക്കെല്ലാം തൂക്കി കൊടുക്കും. പിന്നെ നമുക്ക് എപ്പോഴും നാടൻ പച്ചക്കറി എന്ന് പറഞ്ഞാൽ എപ്പോഴും നല്ല വില കിട്ടുന്ന സാധനമാണ്. സാധാരണ പച്ചക്കറി കണക്കല്ല, നാടൻ പച്ചക്കറി ഒരു വട്ടം വാങ്ങിക്കുന്നവർ പിന്നെ അത് തിരക്കി വരും. കാരണം ജൈവ രീതിയിൽ ഒരു വിഷമയവും ഇല്ലാതെ, രാസവളം ഉപയോഗിക്കാതെ ജൈവ രീതിയിൽ കൃഷി ചെയ്യുമ്പം അതിൻ്റേതായ രുചിയുണ്ട്. അപ്പോൾ എന്തായാലും ആളുകൾ പിന്നെയും തിരക്കി വരും. അത് മാത്രമല്ല, നിൽക്കുന്ന ഫുള്ള് പാവൽ ഇവിടുന്ന് അങ്ങേയറ്റം വരെ അത് ഒരു വേലിപ്പെടുത്തിയിരിക്കുക. അതൊക്കെ ഒരുവിധം പിടിച്ചു തന്നു. പക്ഷേ ഒരു 6 മാസമൊക്കെ ആയെന്നാണ് പറഞ്ഞത് പാവലൊക്കെ കൃഷി ചെയ്തിട്ടേ. എന്നിട്ട് ഇപ്പോഴും ഇങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കുക. കുറേയൊക്കെ കൂടിട്ട് കൊടുത്ത് ഇപ്പോൾ കൂടൊന്നും ഇടുന്നില്ല. ഇനിയിപ്പോൾ തീർന്നിട്ട് അടുത്തത് ചീര